പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരു പുത്തൻ പുലരി, പുതിയ പ്രഭാതം കൂടെ കർത്താവ് തന്നതോർത്ത് കർത്താവിന് എല്ലാ മാനവും മഹത്വവും അർപ്പിക്കുന്നു. ആയുസ്സും ആരോഗ്യവും ബലവും ദൈവശക്തിയും തന്ന് ഒരു പ്രഭാതം കൂടെ കാണുവാൻ, ദൈവജനത്തിന് ചുറ്റാകിയിരിക്കുവാൻ സ്വർഗ്ഗം തന്ന കൃപയ്ക്കായി കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വചന ധ്യാന ചിന്തയിലേക്ക് പ്രവേശിക്കുവാൻ ഇന്നത്തെ ആധാരമായി 118 സങ്കീർത്തനം അതിൻ്റെ 13, 14, 15 വാക്യങ്ങൾ. 118 സങ്കീർത്തനം, സാംസ് 118, 14 and 15, 14, 15 വാക്യങ്ങൾ. യഹോവ എൻ്റെ ബലവും എൻ്റെ കീർത്തനവുമാകുന്നു, അവൻ എനിക്ക് രക്ഷയായും തീർന്നിരിക്കുന്നു. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളുണ്ട്. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ഈ 118 സങ്കീർത്തനം നമുക്ക് വളരെ സുപരിചിതമാണ്. അതിനകത്തെ മറ്റു വാക്യങ്ങളൊന്നും അറിയില്ലെങ്കിലും 8ാമത്തെ വാക്യം നമുക്ക് നല്ലതായിട്ട് അറിയാം. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കും നല്ലത്, 9 പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കും നല്ലത്. അത് ആ വാക്യത്തിൻ്റെ പ്രസക്തിയെക്കാളും ബൈബിളിൻ്റെ ഒത്ത നടുവിലത്തെ വാക്യം എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു വാക്യമാണ് നടുവിലെ വാക്യം. 118 സങ്കീർത്തനം മിഡിൽ, ഏറ്റവും നടുവിലെ അധ്യായമാണ്. അപ്പം തന്നെ ആ 8, 9 വാക്യങ്ങൾ. അതുകൊണ്ട് 118 സങ്കീർത്തനത്തിൻ്റെ പ്രാധാന്യമുണ്ട്. എഴുതപ്പെട്ട ദാവീദാണ്. കാരണം ഈ സങ്കീർത്തനത്തിൽ പറയുന്നില്ലെങ്കിൽ മുമ്പിലത്തെ സങ്കീർത്തനത്തിലൊക്കെ ദാവീദിൻ്റെ ആയതുകൊണ്ട് ദാവീദാണ് എഴുതപ്പെട്ടത് എന്നറിയപ്പെടുന്നത്. ഇനി ഈ വായിച്ച വാക്യത്തിൽ യഹോവയുടെ ദയയെക്കുറിച്ചും യഹോവയുടെ കരുണയെക്കുറിച്ചും യഹോവ തന്നിരിക്കുന്ന പൊസിഷനെക്കുറിച്ചും ദൈവം പ്രവർത്തിക്കുന്ന വഴികളെക്കുറിച്ചും കർത്താവ് ഇവിടം വരെ എത്തിച്ച വഴികളെക്കുറിച്ചുമൊക്കെ സ്തുതി സ്തോത്രത്തിൻ്റെ സങ്കീർത്തനമാണത്. ഈ സങ്കീർത്തനത്തിൻ്റെ ഒരു പാർട്ടാണ്. അതിൽ നടത്തിയെടുത്ത 2 വാക്കുകളാണ് വായിച്ചത്. യഹോവ എൻ്റെ ബലവും എൻ്റെ കീർത്തനവുമാകുന്നു, അവൻ എനിക്ക് രക്ഷയായും തീർന്നു. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളുണ്ട്. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. അതായത് എല്ലാ വാക്യങ്ങളും വായിക്കാൻ സമയമില്ല. താഴോട്ട് യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു, താഴെ ഞാൻ മരിക്കയില്ല, ജീവനോടും ദൈവത്തിന്റെ നാമത്തെ ഘോഷിക്കും, യഹോവയെ സ്തുതിപ്പീൻ, ഇങ്ങനെ താഴോട്ടുള്ള വാക്യങ്ങളുണ്ട്. അപ്പം ഈ 2 വാക്യങ്ങൾ, ഈ വാക്യം മാത്രം എടുക്കാം. ഈ ഒരു വാക്യം 15 എടുത്തിട്ട് 14 മേളിലോട്ട് കിടക്കാം. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളുണ്ട്. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. 2 വാക്കുകളാണ്, 2 സെന്റൻസുകളാണ്. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം ഉള്ളത് നീതിമാന്മാരുടെ കൂടാരത്തില്ല. അപ്പൊ പറയും മറ്റോടത്തില്ലേ, അവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിനേക്കാൾ അധിക സന്തോഷം എന്റെ ഹൃദയത്തിൽ തന്നു. അതിന്റെ വ്യത്യാസം എന്താണെന്നറിയോ? ബാക്കി ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഇപ്പൊ കള്ളു കുടിക്കുമ്പോൾ അവർക്കുണ്ടായ സന്തോഷമുണ്ട്, ധാന്യം കിട്ടുമ്പോൾ സന്തോഷമുണ്ട്, വണ്ടി കിട്ടുമ്പോൾ സന്തോഷമുണ്ട്, വീട് കിട്ടുമ്പോൾ സന്തോഷമുണ്ട്. ഇതൊക്കെ ടെമ്പററിയാണ്, അതൊക്കെ താൽക്കാലികമാണ്. ഈ ലോകത്തിൽ കിട്ടുന്ന എല്ലാ സന്തോഷങ്ങളും താൽക്കാലികമാണ്. ഇല്ല നല്ലത് താൽക്കാലികമാണ്. ഒരു അധികാരം കൈ കിട്ടുമ്പോൾ, ഒരു ചെയർ കൈ കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ട്, അത് താൽക്കാലികമാണ്. പക്ഷേ ആ താൽക്കാലിക സന്തോഷത്തിനപ്പുറത്ത് പെർമനന്റ് ആയിട്ട് ഹൃദയത്തിനകത്ത് മാറിപ്പോകാത്ത സാഹചര്യങ്ങൾ എന്തൊക്കെ തന്നെ ആയിരുന്നാലും അവിടെ എല്ലാം സന്തോഷത്തോടിരിക്കുന്ന ഒരു സന്തോഷമുണ്ട്. അതാണ് നീതിമാന്മാരുടെ കൂടാരങ്ങളിലുള്ള സന്തോഷത്തിന്റെ പേരതാ. ഒന്നുകൂടെ പറഞ്ഞ, ഉയർച്ചയിൽ സന്തോഷിക്കുകയും താഴ്ചയിൽ സങ്കടപ്പെട്ട് നിരാശയുടെ അടിത്തട്ടിലേക്ക് പോവുകയും ചെയ്യുന്നതല്ല. ഉയർച്ചയിൽ ഒരുപാട് തുള്ളിച്ചാടാതെയും താഴ്ചയിൽ ഒരുപാട് സങ്കടപ്പെടാതെയും ആ വഴിക്കകത്ത് സ്ട്രെയിറ്റ് ആയിട്ട് പോകാൻ തരുന്ന ഒരു ദൈവകൃപയുണ്ട്. അതിൻ്റെ ആ സന്തോഷത്തിന്റെ കാര്യം പറഞ്ഞ് നീതിമാന്മാരുടെ കൂടാരങ്ങളിലുള്ളത്. ദുഷ്ടന്മാർക്ക് സന്തോഷമില്ലെന്നല്ല, അല്ലെങ്കിൽ നേരായ മാർഗത്തിലല്ലാതെ സമ്പത്ത് സമ്പാദിക്കുന്ന ആളുകൾക്ക് സന്തോഷമില്ലെന്ന് പറയുന്നില്ല. അതൊക്കെ സന്തോഷമുണ്ട്, അതൊക്കെ താൽക്കാലികമായിരിക്കും. ഈ ലോകത്തിൽ തീർന്നു പോകും. അതല്ല, കിട്ടുന്ന സന്തോഷങ്ങൾ തന്നെ താൽക്കാലികമാണ്. സമ്പത്ത് വർദ്ധിക്കുന്നതിന് പിന്നെ അതിന് സൂക്ഷിക്കാനുള്ള പ്രശ്നമുണ്ട്. സമ്പത്ത് കൂടിക്കഴിയുമ്പോൾ ഇതെങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറയുന്ന പ്രശ്നമുണ്ട്. പക്ഷേ ഇവിടെ പറയുന്ന ഒരു സന്തോഷമുണ്ട്, നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ. അപ്പൊ നീതിമാന് വേദനയില്ലേ എന്നൊരു ചോദ്യമുണ്ട്. ഉണ്ട്, നീതിമാന് വേദനയുണ്ട്, നീതിമാന് സങ്കടമുണ്ട്. ആ വാക്യം യേശു കർത്താവ് കൃത്യമായിട്ട് പുതിയ നിയമത്തിൽ 16:33, 16-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറയുന്ന വേദനയുണ്ട്, കഷ്ടമുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ ഇങ്ങനെയുള്ള ഉപദ്രവം നേരിട്ടവനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊള്ളുവീൻ. അത് പാപികളാൽ ഉപദ്രവം നേരിട്ട് ഒരുവനെ മുമ്പ് പോയിട്ടുണ്ട്, അവനെ ഹൃദയത്തിൽ ധ്യാനിക്കണം. അവൻ കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും ന്യായമായി വിധിക്കുന്നവന്റെ പക്കൽ കാര്യം ഫലമേൽപ്പിക്കുക ചെയ്തത്.
അത് എബ്രായ ലേഖനം വീണ്ടും പറയുന്നത്, ഇതിങ്ങനെ പറയുന്നത്, തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്തിട്ട് അപമാനം അലക്ഷ്യമാക്കി. അങ്ങനെ ഒരു കർത്താവ് നമുക്കുണ്ട്. അതുകൊണ്ട് ഈ വാക്യത്തിൽ പറയുമ്പം ഈ ദാവീദാണ് ഇത് എഴുതിയതെന്ന് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ ദാവീദിന് പറയാനുള്ള കാര്യമുണ്ട്. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പ്രതിസന്ധിക്കകത്ത്, ഏതൊക്കെ കാട്ടിനകത്ത് അകപ്പെട്ടാലും, സിക്ലാഗിൽ ഒറ്റപ്പെട്ട് ഭാര്യയും മക്കളെയും പിടിച്ചുകൊണ്ട് പോയി, അപ്പൊ കൂടെയുള്ള ആളുകൾ കല്ലെടുത്തെറിയാൻ പോകുമ്പോഴും ബലമില്ലാതെ യാഗോളം കരയുമ്പോഴും അവിടെ എഴുതിയിരിക്കുന്ന അഞ്ചാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ബലപ്പെട്ടു. ഇങ്ങനെ കൂടെ ഒരാളുണ്ട്. ഇതാ പ്രശ്നം, ഇതാണ് സന്തോഷം, ഇതാണ് നമുക്കുള്ള ആ ബലം എന്ന് പറയുന്നത്. ഈ ബലമാണ് 14 വാക്യത്തിൽ പറയുന്നത്, യഹോവ എന്റെ ബലവും എന്റെ കീർത്തനവുമാകുന്നു, അവൻ എനിക്ക് രക്ഷയായും തീർന്നിരിക്കുന്നു. ഇത് രണ്ടും കൂടെ ചേർത്ത് വായിക്കണം. അപ്പോ ഈ വേദനയ്ക്കകത്തും ഈ കഷ്ടതയ്ക്കകത്തും ഈ ബുദ്ധിമുട്ടിനകത്തും പ്രതിസന്ധിക്കകത്തും ഒറ്റയ്ക്കല്ല, സിഗ്ലാഗിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ, ഗുഹയ്ക്കകത്ത് ശൗലിനാൽ പിടിക്കപ്പെടുമെന്ന് വിചാരിച്ച് കയ്യെത്തും ദൂരത്തെത്തുമ്പോൾ മരണവുമായിട്ട് ഒരു ചാൺ ഒരടി ദൂരമേ ഉള്ളൂ എന്ന് പറയുമ്പോഴും അതേ പിന്നീട് വന്നിട്ട് അബ്ശാലോം എന്ന മകൻ തനിക്കെതിരായിട്ട് നിന്നിട്ട് എന്തു ചെയ്യണമെന്നറിയാതെ ഒലിവുമല കടന്ന് ചെരുപ്പിടാതെ തലയിൽ മുണ്ടിട്ട് കയറിപ്പോകുമ്പോഴും അവിടെ എല്ലാം കൈവിടാത്ത ഒരു ദൈവമുണ്ട്, കൂടെ ഒരു ദൈവമുണ്ട്. ഇതിലൊറ്റ വാക്കി പറഞ്ഞാൽ, കൂരിരുൾ താഴ്വരയിൽ കൂടി, മരണത്താഴ്വരയിൽ കൂടി കടന്നാലും ഒരനർത്ഥവും ഭയപ്പെടിയില്ല. കാരണം നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. കൂടെ ഇരിക്കുന്ന ഒരുവനുണ്ട്. അതാണ് ഈ 14 വാക്യത്തിന്റെ ഉറപ്പ്. യഹോവ എൻ്റെ ബലം, എൻ്റെ കീർത്തനമാകുന്നു. ബലഹീനന് ബലം പകരുന്ന ദൈവമുണ്ട്. അതൊരു പാട്ടായിട്ട് എൻ്റെ കീർത്തനമാണ്. എനിക്ക് പേടിക്കാനില്ലെന്ന അർത്ഥം. ഞാൻ പാട്ട് പാടും എന്ന് പറഞ്ഞാൽ, കഷ്ടതയിൽ പാട്ട് പാടും എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള ഒരുത്തിനെ പാട്ട് പാടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക്, യഹോവ എൻ്റെ ബലമാണ്. എൻ്റെ ബലഹീനതയിൽ എൻ്റെ ബലമായിട്ട് ഒരുവൻ എൻ്റെ കൂടെയുണ്ട്. യഹോവ എൻ്റെ ബലമാണ്. ഒരു ഇന്ത്യ മഹാരാജ്യത്തിന്റെ ബലം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആർമിയാണ്. അമേരിക്കയാണ് ലോകത്തിലെ വൻ ശക്തി. ഇപ്പോൾ ഇറാന് അവിടെ ചെല്ലുമ്പോൾ അമേരിക്കയ്ക്ക് ഒരു ഉറപ്പുണ്ട്. ട്രംപ് പറയുമ്പം ട്രംപിന്റെ കഴിവും മിടുക്കുമല്ല, അമേരിക്കയുടെ പവറാ, അവരുടെ മിലിറ്ററി പവറാ, അവരുടെ ആർമി പവറാ പറയുന്നത്. അവർക്കുള്ള പെന്റഗന്റെ ശക്തിയുണ്ട്. അമേരിക്കയുടെ അവര് ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു സൈനിക ശക്തിയുണ്ട്. ഈ സൈന്യമാണ് ബലം, ഇന്ത്യയുടെ സൈനിക ബലം. ഇനി ഈ ഒരു മന്ത്രി നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രൊട്ടക്ഷൻ, അദ്ദേഹത്തിന് ബലം. എന്നാൽ ദൈവവൈതലാണോ? ദൈവവൈതൽ ഇതല്ല ബലം. ഈ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി എന്ന് പറയുന്ന ദൈവകൃപയുണ്ട്. ഒന്നുകൂടെ പറഞ്ഞ, കർത്താവ് കൂടെ നടക്കുന്നു എന്നുള്ളതാ ബലം. യഹോവ അതിന്റെ കൈവിടാതിരിക്കുന്നു എന്നുള്ളതാ ബലം. ഇതാ അവന്റെ ബലം. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോഴും കുഞ്ഞെ, നിന്റെ ബലഹീനതയിൽ നീ ഒറ്റയ്ക്കല്ല. തികഞ്ഞു വരുന്ന ദൈവശക്തി അല്ലെങ്കിൽ ദൈവകൃപ നിന്റെ കൂടെയുണ്ട്. മാത്രം ദൈവം നിന്റെ കൂടെയുണ്ട്. മരണത്താഴ്വരയിൽ കർത്താവ് കൂടെയുണ്ട്. ഇതാണ് ഇവിടുത്തെ വാക്ക്, ഈ പദം ഇതാ. അതുകൊണ്ട് ഈ വാക്ക് കേൾക്കുമ്പോൾ ഇന്ന് ഉറച്ചൊന്ന് വിശ്വസിച്ചേ, യഹോവ എന്റെ ബലവും എന്റെ കീർത്തനവുമാകുന്നു, അവൻ എനിക്ക് രക്ഷയായും തീർന്നിരിക്കുന്നു. ആ ബലം എനിക്ക് രക്ഷയാ. ആ കർത്താവ് എന്ന ബലം എനിക്ക് രക്ഷയാ. യഹോവ എന്റെ ബലം, എന്റെ ജീവന്റെ ബലം. ഞാൻ ആരെ പേടിക്കും? ദൈവം എനിക്ക് രക്ഷയാ. ഈ രക്ഷയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? അതെ, അതാ ജയത്തിന്റെ ഉല്ലാസത്തിന്റെ ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. അടുത്ത വാക്യം, അവന്റെ വലങ്കൈ വീര്യം പ്രവർത്തിക്കും. വീര്യം പ്രവർത്തിക്കുന്ന ഒരു വലങ്കൈ കൂടെ ഉള്ളത് കൊണ്ടാ ഈ നീതിമാന്മാരുടെ കൂടാരത്തിൽ നിന്ന് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം മാറിപ്പോകാത്തത്. എപ്പോഴും ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം മാറിപ്പോകുമെന്ന് ഇല്ല, മാറിപ്പോകത്തില്ല. അപ്പോഴും ഈ ബലം, ഈ ശക്തിയുണ്ടല്ലോ, ഈ സൈനിക ശക്തിയുടെ അപ്പുറത്ത് സ്വർഗത്തിന് സർവ്വ സൈന്യാധിപനായി ദൈവം കൂടെയുണ്ടെന്നുള്ള ഉറപ്പ്. അതാ ദൈവ പൈതലിന്റെ ഉറപ്പതാ, ദൈവ പൈതലിന്റെ വാക്തത്വമതാ. ഞാനോ എല്ലാ നാളും ലോകാവസാനത്തോളം നിന്നോട് കൂടിയിരിക്കും, കണ്ടാലും ഞാൻ ലോകാവസാനത്തോളം നിന്നോട് കൂടെയുണ്ട്. ഇതാണ് ദൈവജനത്തിന്റെ ഉറപ്പ്. ഈ ഉറപ്പുള്ളത് കൊണ്ടാണ് യഹോവ നമ്മുടെ ജീവന്റെ ബലം, യഹോവ എന്റെ ബലം. അതുള്ളവൻ പറയും, നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷമുണ്ട്. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്തു പകരം കൊടുക്കും. രക്ഷയുടെ പാനപാത്രം എടുത്ത് സകല പേരും കാണുക, യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. അതാ നമ്മുടെ ഉറപ്പ്. ഈ ഉല്ലാസത്തിന്റെ ഘോഷം, ജയത്തിന്റെ ഘോഷം കൂടാരത്തിനകത്തുണ്ട്. കർത്താവ് കൂടെയുള്ളവന് ഉല്ലാസമാണ്, കർത്താവ് കൂടെയുള്ളവന് ജയത്തിന്റെ ഘോഷമാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിന് ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു, ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു.
കർത്താവെ, വചനം കേട്ട് എല്ലാവരെയും ബലപ്പെടുത്തുന്നു. യഹോവ ബലമായി, യഹോവ കൂടിയിരിക്കുന്നവനായി, കൈവിടാത്തവനായി, സർവ്വ സൈന്യാധിപൻ, സർവ 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 സർവശക്തൻ, യഹോവ ഷമ്മ, യഹോവ ഷാലോം, കൂടിയിരിക്കുന്നതിനായി നന്ദിയപ്പ. കർത്താവിന്റെ കരം കൂടിയിരിക്കും, യഹോവയിരിയായി കൂടിയിരിക്കുന്നതിനായി നന്ദി. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന ഏറ്റിയാൽ സ്തോത്രം ചെയ്യുന്നു. സകലമാനവത്തോടെ എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവകൃപയ്ക്കുള്ളിൽ മറയട്ടെ. ഗോഡ് ബ്ലസ് യു ആൻഡ് താങ്ക് യു സോ മച്ച്.